നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഒരിക്കൽ മഹാനായ ഒരു മനുഷ്യനിങ്ങനെ പറയുവാനിടയായി, ഒന്ന് ശക്തമായി മഴ പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വളരെയധികം വേദനാജനകമായ കഷ്ടതയുടെയും പട്ടിണിയുടെയും വളരെയധികം പ്രതികൂലങ്ങളിലൂടെ യാത്ര ചെയ്ത് സഞ്ചരിച്ച മനുഷ്യൻ തൻ്റെ അയൽക്കാരനോട് പറഞ്ഞു, നന്നായി ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അന്ന് അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് മഴ? ആവശ്യത്തിനുണ്ടല്ലോ, പിന്നെന്താണ് ശക്തമായി മഴ പെയ്യണമെന്ന് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ, എൻ്റെ ഭാരങ്ങളുടെ നടുവിൽ എനിക്കൊന്ന് പൊട്ടിക്കരയണം, ഒന്ന് നിലവിളിച്ച് വാവിട്ട് എനിക്കൊന്ന് കരയണം. പക്ഷേ എൻ്റെ വേദന കടിച്ചുമർത്തുവാൻ കഴിയാതെ വളരെ വേദനയുടെ നടുവിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരയണം. പക്ഷേ എൻ്റെ കണ്ണുനീര് ആർക്കും കാണാൻ പാടില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും എൻ്റെ കണ്ണുനീര് കാണുവാൻ പാടില്ല. നന്നായി മഴ പെയ്താൽ ആ മഴവെള്ളത്തിലൂടെ എൻ്റെ കണ്ണുനീരൊഴുകിപ്പോകും. അതിവിടെ ആർക്കും കാണാൻ കഴിയത്തില്ല. എൻ്റെ സങ്കടം ആരും കാണത്തില്ല. ആ ചിന്ത വളരെ ചിന്തിപ്പിക്കുവാനിടയായി. തൻ്റെ കണ്ണുനീര്, താൻ ഒഴുക്കുന്ന കണ്ണുനീര് ആരും കാണരുത്, ആരും അറിയരുത്. പക്ഷേ നമ്മളിങ്ങനെ ദൈവജനത്തോടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ കണ്ണുനീരാരും കാണരുത്, പക്ഷേ ഒരാൾ കാണണം, കാണേണ്ടവൻ കാണണം. ഭക്തനായ ദാവീദ് ഇങ്ങനെ പാടുവാനിടയായി. 142-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അങ്ങയെ ബോധിപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അങ്ങയെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് നമുക്കിങ്ങനെ ആത്മികമായി ചിന്തിച്ചാൽ പഠിക്കുവാൻ കഴിയുന്നത്, ഈ ഭൂമിയിൽ നമ്മുടെ സങ്കടം ആരും കണ്ടെങ്കിലും, ആരൊക്കെ കണ്ടാലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്നാൽ കാണേണ്ടവൻ കണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. ഇവിടെ ഭക്തരതാണ് പറയുന്നത്, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അങ്ങയെ ബോധിപ്പിക്കുന്നു. സങ്കടം ഞാൻ പകരുന്നു എവിടെ? ദൈവസന്നിധിയിൽ. എൻ്റെ കഷ്ടത, അതിൻ്റെ ആഴം എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റേതായ നിലയിൽ ഞാൻ അങ്ങയെ ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയോട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ആരെല്ലാം നമ്മുടെ സങ്കടം കേട്ടാലും ഒരു പരിധിവരെ നമുക്കതിന് ആശ്വാസം ലഭിക്കുകയില്ല. ഒരുപക്ഷെ സഹായിക്കാം, കൈത്താങ്ങാം, ചെയ്യാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. എന്നാൽ യഥാർത്ഥമായി നമ്മുടെ സങ്കടം മാറണമെങ്കിൽ, നമ്മുടെ കഷ്ടത തീരണമെങ്കിൽ, കേൾക്കേണ്ടവനായ സർവശക്തനായ ദൈവം അത് കേട്ടാൽ 100% അതിന് മറുപടിയുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുനീര്, ആ മനുഷ്യൻ പറഞ്ഞതുപോലെ മഴവെള്ളത്തിൽ ഒലിച്ചു പോകട്ടെ, പക്ഷേ ആ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ആ കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞൊരു കർത്താവ്. ഈ പ്രഭാതത്തിൽ, ഈ പകലിൽ
അനേക വേദനകളുമായിട്ടാണ് ഒരു പ്രഭാതം നമുക്ക് ലഭിച്ചതെങ്കിൽ അതിലൊട്ടും ഭാരപ്പെടേണ്ട. നമ്മുടെ സങ്കടവും വേദനയും കഷ്ടതയും നമുക്ക് ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ആ ദൈവിക വിടുതൽ ഏറ്റെടുക്കാം. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.